ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പൊളി, ഒരു രക്ഷയില്ലാത്ത ലൈവാണ് കേട്ടോ. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയാസ് മാത്രമായിരുന്നു നന്നായി ചെയ്തതെങ്കിൽ ഇവിടെ 7-8 പേരും അവിടെ അടിപൊളിയായിട്ടാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മാക്സിമം അവരത് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലർ ചെയ്യുമ്പോൾ അത് ഇത്തിരി കൂടുതൽ നന്നാവുന്നുണ്ടെന്ന് മാത്രം. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുൻ നോറയുടെ ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസ്, നടത്തം, കരച്ചില്, ക്യാമറ നോക്കി പറയുന്നത്. അവസാനം ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുമ്പോൾ 2 നോറമാരും ഓടി വന്നു. ഒറിജിനൽ നോറ പറഞ്ഞു, നീയല്ലല്ലോ നോറ, ഞാനല്ലേ നോറ, എന്നെയാ വിളിച്ചതെന്ന്. അങ്ങനെ ആ സമയത്ത് പേരൊക്കെ മറന്നുപോയോ നോറ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി നോറേനെ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അവസാനം കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് നോറ സംസാരിക്കുന്നു ബിഗ് ബോസിനോട്. ബിഗ് ബോസ് അവിടെ പോയി ലിപ്സ്റ്റിക് ഇട്ട് എല്ലാം ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് വിടുന്നു. എന്നിട്ട് വന്നിരുന്ന് കണ്ണാടി നോക്കി ലിപ്സ്റ്റിക് ഇട്ടിരുന്ന് സംസാരിക്കുന്നു. ഓഹ് എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല. പക്ഷേ നോറയ്ക്ക് ഇത്രയും പെർഫോമൻസ് ചെയ്യാനായിട്ട് അവിടെ ആരെങ്കിലും കൂടെ വേണം. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് സിജോ, ജാസ്മിനായിട്ട് ചെയ്യുന്ന സിജോ ആണ്. പൊളി എന്ന് പറഞ്ഞ പൊളി. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് ജാസ്മിൻ ആൻഡ് അർജുനാണ്. അർജുൻ നോറയെയും ചെയ്യുന്നു, ജാസ്മിൻ സിജോ ആയിട്ട് ചെയ്യുന്നു. സിജോയുടെ എല്ലാ എന്താ പറയുക, ഓരോ ആക്ഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സിജോ പറയുന്ന വാക്കുകൾ, വാചകങ്ങൾ ഒക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ നോറയുടെ അടുത്ത് വഴക്കിടുന്നത്, എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. അവർ 2 പേരും മാത്രം ഉണ്ടെങ്കിൽ പോലും അവിടെ എന്റർടൈൻമെന്റ് ആണ്. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ട്. ഋഷി അവിടെ ചെയ്യുന്നുണ്ട്. മാക്സിമം ജിൻഡോനെ നന്നായിട്ട് ചെയ്യാനായിട്ട് ഋഷി ശ്രമിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ജിൻഡോ ജാസ്മിനായിട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അർജുനും ജാസ്മിനാണെന്ന്.